കടയൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്ന സമയം ശരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 9 മണിക്ക് ശേഷമോ അല്ല എങ്കിൽ രാവിലെ ഒരു 7:30 അല്ലെങ്കിൽ 7 o'clock മുതൽ ഒരു 9:30-10 മണി വരെയുള്ള സമയം. അതിനുവെച്ചാൽ സമാധാനമായിട്ട് നമുക്ക് എടുക്കാം, ആരും ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ വേറെ അതിനിടയ്ക്ക് വേറെ ശ്രദ്ധയൊന്നും പോകില്ല. അത് തന്നെ അതിൻ്റെ അകത്തുള്ള കാരണം. ഞാൻ ഇന്ന് വീഡിയോസ് പ്രൊഡക്റ്റ് വീഡിയോ നമ്മുടെ സൽവാർ സെറ്റിൻ്റെ ഷോപ്പായത് അറിയായിരിക്കും. അപ്പോൾ ഈ ഷോപ്പിൽ തന്നെയാണ് കുറച്ച് പുതിയ ബണ്ടിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത്, പൊട്ടിച്ച് പല സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ ഗോഡൗണിലേക്കോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ടെൽബിനോട് പറയുകയും പ്രൊഡക്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോസ് അങ്ങനെ എടുത്ത് കറക്റ്റ് സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നു, അല്ലെങ്കിൽ അങ്ങ് എത്തുന്നില്ല. ഇനി കറക്റ്റായിട്ട് ഈ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി 1-2 പേരെ എടുക്കുന്നുണ്ട്, അപ്പോൾ അത് കറക്റ്റ് അപ്ഡേറ്റ്സ് വന്നോളൂ. എന്നാലും ഞാൻ ചുമ്മാ ഇന്ന് ബണ്ടിൽസ് വന്ന് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ജിലു എല്ലാം പൊട്ടിച്ച് വച്ചേക്കുന്ന സാധനമുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും വില പറഞ്ഞ് ഇതായിട്ട് എടുക്കുന്നതല്ല കേട്ടോ. ഞാൻ ചുമ്മാ പുതിയത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ ഈ തുണിയോട് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു കണ്ടിരിക്കാൻ പറ്റും, അല്ലാത്തവർക്ക് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഈ ദുപ്പട്ട, ഇത് പ്യുവർ മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. അതിൽ ഓർഗൻസ ലേസ് വന്നിട്ടുണ്ട്, 4 സൈഡിൽ ബോർഡറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബുട്ട ഡിസൈൻസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ പ്രൈസ് ഇടുന്നുള്ളൂ ഇതുപോലത്തെ. ഇത് ഓഫ് വൈറ്റ് മാത്രമല്ല, ഇതിൻ്റെ വൈറ്റ് മണി ഇതങ്ങ് മാറ്റിക്കേ. ഇപ്പോൾ നമ്മൾ കണ്ടില്ല അതിൻ്റെ ഓഫ് വൈറ്റ് കുറ, ആ പ്യുവർ മല്ല് തന്നെ അത് ബ്ലീച്ച് ചെയ്ത് വൈറ്റ് ആയിട്ടുള്ളത്. 100% ഡയബിളായിട്ടുള്ള ദുപ്പട്ടയാട്ടോ, 100% ഡയബിൾ. ഇതിൻ്റെ ഈ ഫാബ്രിക്കിൻ്റെ അകത്ത് 2 സൈഡില്ല, ഈ 2 സൈഡുകൾ തേര് പോലത്തെ വരുന്നത്, ഈ 2 സൈഡിൽ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എൻഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് ഈ എംബ്രോയ്ഡറി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തേക്കുന്നത്. മറ്റേത് 4 സൈഡിലും ഓർഗൻസ ലേസ് വെച്ച് ബോർഡറായിരുന്നു. ഇതിൽ ആ എംബ്രോയ്ഡറി തന്നെ വന്നിട്ടുണ്ട്. കോട്ടൺ മല്ല്, പ്യുവർ മൽക്കോട്ടൺ ദുപ്പട്ട. ഈ വൈറ്റ് ഷോൾസ് എന്തെങ്കിലും ഈ ചർച്ച് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷോൾ എങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മൽക്കോട്ടനിലാവട്ടെ, ചന്തേരിയിലാവട്ടെ, ജോർജറ്റിലാവട്ടെ, വിസ്കോസറൻസ് എന്തെങ്കിലും വൈറ്റ് ഷോളായിട്ട് വേണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ മെലാഞ്ച് നല്ലൊരു ഓപ്ഷനാണ്. കുറേ ഡിസൈൻസ് കാണിക്കാൻ പറ്റും, എല്ലാം ഡയബിളാണ്. അതൊരു 5-6 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ കളറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനും സാധിക്കും. കുറച്ച് ഷോൾസ്, വൈറ്റ് ഷോളിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഷോൾ എന്നല്ല, നമ്മൾക്ക് ഇടുമ്പോൾ ഷർട്ടാണെങ്കിലൊക്കെ അത് ഒരു കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അതൊരു മഞ്ഞപ്പായിട്ട് പോകും. കാര്യം എന്തൊക്കെ വൈറ്റ്നർ മുക്കിയെന്ന് പറഞ്ഞാലും ബ്ലീച്ചിലിട്ടു എന്ന് പറഞ്ഞാലും ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു ടൈം വരെ അതിൻ്റെയൊക്കെ ഒരു ലൈഫുള്ളൂ. അത് കഴിഞ്ഞാൽ ടെക്സ്ചറിലെല്ലാം വ്യത്യാസം വന്നു തുടങ്ങും. ദെൻ ഡൈ ചെയ്ത് വേറെ കളറിലേക്ക് ഉപയോഗിക്കുകയോ കാര്യങ്ങളോ ചെയ്യാം. പക്ഷെ അന്നേരം ഡൈ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ഗ്യാരൻറ്റീഡായിട്ട് അന്ന് ഡയബിളാണെന്ന് പറഞ്ഞൊന്നും ആരും വരരുത്. കാരണം ഡിപ്പെൻസാണ് അത് ഉപയോഗിക്കുന്നതിനെ, ചാർജ് കണ്ടതിനെ, കറേനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലൈഫെല്ലാം. ഗ്രേ എടുത്ത് ഡൈ ചെയ്യുന്നതും ഉപയോഗിച്ച ഒരു തുണി ഡൈ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതുണ്ട്, പ്യുവർ മൽക്കോട്ടണിൽ എംബ്രോയ്ഡറി ചെയ്തിട്ട് ചെറിയൊരു ലൈൻസ് ബുട്ട. ഇതൊക്കെ ബിലോ 1000 റേഞ്ചിൽ വിൽക്കാൻ പറ്റുന്ന ദുപ്പട്ട കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു 50-100 പീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചന്തേരി 92 റീഡ് ചന്തേരി, ഈ ചന്തേരിയൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ട് 92 റീഡ് ചന്തേരി സിൽക്ക്. ഇതിപ്പോൾ കുറച്ച് ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഏകദേശം നമ്മളൊരു മാസം ചന്തേരി സിൽക്ക് ഈ 92 റീഡ് എന്ന് വെച്ചാൽ 290 റീറ്റെയിലിൽ വിൽക്കുന്ന സാധനമില്ലേ, ആ പ്യുവർ ഗ്ലാസ് ചന്തേരി നമ്മളൊരു 40,000-50,000 മീറ്ററെങ്കിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഒരു മാസം ചെയ്യുന്നുണ്ട്. ഈ ഷാൻഡൂൺ എന്ന് പറഞ്ഞ തുണിയൊക്കെ, അതൊക്കെയാണെങ്കിൽ 1,00,000 മീറ്റർ മുകളിൽ നമ്മളൊരു മാസം ട്രേഡ് ചെയ്യും. നമുക്ക് ദൈവം അത്രയും പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നു. അതുകൊണ്ട് അതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. ദൈവം അനുഗ്രഹിച്ചതാണ്, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഈ ഫാബ്രിക് ഉണ്ടോ, ഇത് ഈ ലിനൻ ഫാബ്രിക് ഇല്ലേ, അതിൻ്റെ പോളി ബേസാണ്, പോളി ലിനൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പോളി ലിനൻ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെയിലി വെയർ കോൺസെപ്റ്റിൽ കുർത്താസോ അല്ലെങ്കിൽ സൽവാർസോ ചുമ്മാ നോർമൽ കാഷ്വൽ സാരീസോ ഡ്രസ്സസ് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. ഇത് കളർ പോകുന്നോ കാര്യങ്ങളോ ഒന്നും പേടിക്കണ്ട. അതാണ് ഈ പോളിസ്റ്റർ ലിനൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും പോളി ലിനൻ എന്ന് പറഞ്ഞാൽ ലിനൻ്റെ ഒരു ടെക്സ്ചറും ഇത് ഉണ്ടെന്ന് നോക്കി അറിയാം. ലിനൻ്റെ ഒരു ടെക്സ്ചറും ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷർട്ടിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ,
44 ഇഞ്ച് വീതിയാണ്. പക്ഷേ പോളി ബേസാണ്. ലിനൻ്റെ ആ കാഴ്ചയ്ക്കും ഫോട്ടോയിലൊക്കെ ഉള്ളൂ. ആ ഒരു ലിനൻ്റെ സുഖമോ ഫിനിഷിങ്ങോ കിട്ടണമെങ്കിൽ അത് ഒറിജിനൽ ലിനനിലേക്ക് തന്നെ പോകണം. പക്ഷേ ലിനനെ അപേക്ഷിച്ച് പ്യുവർ ലിനൻ്റെ ഒരു 10% അല്ലെങ്കിൽ 20% പൈസ കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു മീറ്ററിന്. അതാണ് ഭയങ്കര ഒത്തിരി പൈസയൊന്നുമില്ല, ചെറിയ പൈസയുള്ളൂ. പക്ഷേ ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ് ഇതിൽ കിട്ടും. ഇത് കണ്ടോ, ഈ കളറെല്ലാം നോക്കി, കുറച്ച് ഡാർക്ക് കളറുണ്ട്, ഒരു ഡസ്റ്റി കളർ ഞാൻ കാണിച്ചിട്ട് വീഡിയോ അങ്ങ് നീണ്ടു പോകും. പക്ഷേ തവണിയോട് ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് ഈ കളേഴ്സൊക്കെ നോക്കി, നല്ല ഭംഗിയുള്ള കളറാണ്. ഈ ഷർട്ടിങ്ങിനോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 18 കളറ് വന്നിട്ടുണ്ട്. 16-18 കളറുകൾ കറക്റ്റായിട്ട് ഓർക്കുള്ളൂ. 15-18 കളറോളം ഉണ്ട്, 20 കളറിൽ താഴെ. അത്രയും കളേഴ്സ് ഇതിൻ്റെ തോന്നുന്നുണ്ട്. നല്ല കുറേ കളേഴ്സ് കിട്ടും. 44 ഇഞ്ച് വീതിയാണ്, വാഷബിളായിട്ടുള്ള സംഭവമാണ്, എത്ര നാൾ വെള്ളം നിന്നോളും, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ. ഈ യൂണിഫോം ബേസിലൊക്കെ ആയിട്ട് ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ചുമ്മാ ഒരു പരിപാടി അതും കഴിഞ്ഞ് കളഞ്ഞാൽ അങ്ങനെയുള്ള കളർ ബേസിലൊക്കെ ചെയ്ത് നമ്മൾ കളർ തീമിലൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് നിൽക്കും. ഒരു ലിനൻ്റെ കംഫർട്ടബിൾ അല്ല കേട്ടോ, ലിനൻ ഫീൽ മാത്രമേ ഉള്ളൂ പോളി ബേസ്. പിന്നെ നല്ലൊരു സപ്ലയർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തുണി കിട്ടിയായിരുന്നു. അവനെ ഇതാ തുണി, ഇത് കോട്ടൺ ലിനനാണേ. നോക്കി, ഇതിൽ കളർ ഡെപ്തിൻ്റെ അകത്ത് കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട്, ഡാർക്ക് കളേഴ്സ് ഉണ്ട്. ഇതുണ്ട്, ഇത് ശരിക്കും ട്രൗസേഴ്സിനോ അല്ല എങ്കിൽ നമ്മൾ ഈ ഓഫ് ഷോൾഡറൊക്കെ വെച്ചിട്ട് ലൂസ് ഷർട്ടൊക്കെ തയ്ക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെ ലൂസ് പാൻറ്റ് വിത്ത് ലൂസ് ഷർട്ട് ഓഫ് ഷോൾഡറിലൊക്കെ തയ്ക്കുന്നവരോ, കോട്ട് സെറ്റ് കോൺസെപ്റ്റ് ലേഡീസ് ഗാർമെൻറ്റ്സ് ചെയ്യുന്ന ഷോപ്പുകാർക്കോ കസ്റ്റമേഴ്സിനോ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. 100% ബ്രീത്തബിളായിട്ടുള്ള ഫാബ്രിക്കാണ്, വേറെ പോളി ബേസ് അങ്ങനെയൊന്നും അല്ല. ഇതിൻ്റെ വൈറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ട്, ഞാനിത് മറ്റതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ താക്ക വെച്ചെടുത്തു. പക്ഷേ ഈ വൈറ്റ് മാത്രം നമുക്ക് ഇഷ്ടമുണ്ട്. ഇതുണ്ട് പൈസ, ഇത് നല്ലൊരു ടെക്സ്ചറാണ്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിനൻ്റെ ഒരു ഫീലും ഉണ്ട്. എന്നാൽ കോട്ടൺ ബ്ലെൻഡഡ് ലിനൻ ആയതുകൊണ്ട് അധികം പൈസയില്ല. അത് 60 ഇഞ്ച് തന്നെ വീതിയാണ്, തിക്നെസ് ഉള്ള. അതുപോലെ കോട്ട് സെറ്റ് കോൺസെപ്റ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന, ട്രൗസേഴ്സിനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കോട്ടൺ ലിനൻ. എനിക്ക് തോന്നുന്നു 500 രൂപയൊക്കെ ആയിരിക്കാം വില. കറക്റ്റ് റേറ്റ് ഒക്കെ നാളെ ഇട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ, ജസ്റ്റ് പൊട്ടിച്ച് വെച്ചപ്പോൾ. പിന്നെ ഇതൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ. ഇവിടെ ഈ ലിനൻ വന്നിട്ടുണ്ട്. ലിനൻ എത്ര ലീഡ് ചെയ്ത് 70 ലിനൻ ഞാൻ ഇടുന്ന പോലത്തെ ഷർട്ടില്ലേ, അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റിംഗ് സാധനം കുറച്ച് പേർക്കറിയാം. ഇത് കാണിച്ചു കൊടുത്തവനെ, ഇതുണ്ട്. ഈ ലിനൻ ഒരു പ്രത്യേകതയുണ്ട്, ഇതിൽ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. വേണ്ട, നമുക്ക് വേണ്ടി മാത്രം അടിക്കുന്ന അമ്മനെ പറഞ്ഞ കാണിച്ചു കൊടുക്കുക. ഇതുണ്ട്, ഇതൊക്കെ ഏറ്റവും വലിയ രസം കണ്ട പ്യുവർ ലിനൻ ബിബിൻ ജോൺ TTC പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ 70 ഗ്രാം ലിനൻസ് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ച് ബ്രാൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ യാൺസ് എല്ലാം നമ്മുടെ ആദിത്യ ബിർളയുടെ ലിവ എന്ന് പറഞ്ഞ് സർട്ടിഫൈഡ് യാൺസാണ് ലിനൻ്റെ ഉപയോഗിക്കുന്നത്. അതിനൊന്നും ഒരു ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ഇല്ല. നല്ല ലിനൻ ഫാബ്രിക് 70 ലിനൻ മാത്രമാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ട്രേഡ് ചെയ്യുന്നത്. ആ ട്രേഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും ആ സെയിം ഫാക്ടറി തന്നെയാണ്. ആ ഫാക്ടറി നമ്മുടെ പേരിൽ പറഞ്ഞാൽ അടിച്ചു തരുന്നു, അല്ലാണ്ട് ഭയങ്കര വലിയ സംഭവമൊന്നും ഇതിൻ്റെ അകത്തില്ല. പക്ഷേ മിനിമം ക്വാണ്ടിറ്റി കൊടുത്താൽ മാത്രമേ നമ്മുടെ പേരിൽ അടിച്ചു തരുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആ MOQ കൊടുക്കാനുള്ള കപ്പാസിറ്റി വേണമെന്ന്. നമ്മൾ ലിനൻ്റെ ട്രേഡിങ് തുടങ്ങി 60 70 അത്യാവശ്യം ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഷർട്ടിങ്ങിന് പറ്റുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 60 അല്ലെങ്കിൽ 70 60നേക്കാൾ അല്പോടെ പ്രീമിയമാണ് 70. എന്നാൽ റേറ്റിൽ 20 രൂപ 30 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 60 അല്ലെങ്കിൽ 70 നമ്മൾ കൂടുതലായിട്ട് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ദൈവം അനുഗ്രഹിച്ച സക്സസ് ആയി. നമ്മളതിൽ നല്ല ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട്, വിൽപ്പനയും കിട്ടുന്നുണ്ട്, ആളുകൾക്ക് ഗുണമാവുന്നുണ്ട്. ഈ 16 മീറ്റർ വെച്ച റോള് വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്. അതിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ടാവാം, വൈറ്റിന് മാത്രം ഇഷ്ടമുള്ള ആളുകളുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ 16 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഷർട്ടിനുള്ള പീസാണ്. യൂഷ്വലി ഒരു 42 സൈസൊക്കെ ഉള്ളവർക്ക്
ഒരു 1.60 ഷർട്ട് തീരും. അപ്പോൾ ഒരു 10 ഷർട്ടിനുള്ള പീസാണ് ഈ 16 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് എങ്കിൽ 42 എന്നുള്ളത് 44 സൈസിലൊക്കെ വന്നു കഴിഞ്ഞാലും അത് ഒരുമിച്ചിട്ട് ടൈപ്പ് കിട്ടിക്കോളും. അങ്ങനെ ആ ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട് ലിനൻ. അത് നമ്മുടെ സീറോ ടെക്സിൽ നമ്മൾ ഹോൾസെയിലായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റീറ്റെയിലായിട്ട് വേണമെങ്കിൽ നമുക്ക് മെലാഞ്ചിലും എടുക്കാം. പറഞ്ഞതല്ല, പിന്നെ ഈ ഒരു ഫാബ്രിക് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ട, ഇത് കഴിഞ്ഞ വർഷമൊക്കെ ബനാറസിൽ ഭയങ്കരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സാധനം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു. ഇത് ഇപ്പം ഈ പ്രാവശ്യം മാർക്കറ്റിലേക്ക് ഇതിൻ്റെ വേണ്ട, ഈ പ്രാവശ്യം മാർക്കറ്റിൽ ഇത് അപ്പായി. ഈ മാർക്കറ്റിൽ ചിലവർ പറഞ്ഞിട്ടുണ്ടാവും ജിറാഫ് ഫാബ്രിക് അങ്ങനെയൊക്കെ പറയുന്നത്. ബേസിക്കലി ഇത് കഴിഞ്ഞ വർഷം എല്ലാം ഇറങ്ങിയത് പോളിസ്റ്റർ ഫാബ്രിക്കിലായിരുന്നു. പോളിസ്റ്റർ അല്ലെങ്കിൽ നൈലോൺ ബേസിലായിരുന്നു ഇറങ്ങി. ഇപ്പോഴും നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ ബേസ് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്തത് അത് പ്യുവർ വിസ്കോസ് ബേസിലാണ്. നമുക്ക് അതിനെ പല പേരിട്ടൊന്നും പറഞ്ഞിരിക്കേണ്ട, കറക്റ്റായിട്ട് പറയാം, വിസ്കോസ് ടിഷ്യൂ സിൽക്ക്, അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര്. അതിൻ്റെ അകത്ത് 2D 3D 4D എന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. 2D 3D 4D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ, ഗോൾഡ്, അൺമോൾ ഗോൾഡ്, അല്ലെങ്കിൽ സിൽവർ, ലൈറ്റ് ഗോൾഡ്, ഗോൾഡ്, അങ്ങനെ ഒരു കളറാണ് ഉള്ളെങ്കിൽ അതിന് നോർമലി 2D ആണെങ്കിൽ 2 കളർ മാച്ചിങ്, 3D ആണെങ്കിൽ 3 കളർ മാച്ചിങ്. സിംപ്ലി അങ്ങനെയാണ്. ഇതൊക്കെ കണ്ട് ഈ ഫാബ്രിക് കാണാൻ പറ്റുന്നുണ്ടോ അവനെ? കണ്ട് ഇതുപോലത്തെ കുറച്ച് ഫാബ്രിക്സ്. ഇത് ഒരു ടൈപ്പ്, വേറെയും കുറച്ചുണ്ട് ലൈറ്റ് ഡാർക്ക്. ഇത് ഈ പ്രൈസ് ഇടാൻ വേണ്ടി എടുത്തു വെച്ചോണ്ട് ഇത് കണ്ട, ഇത് കാണിച്ചു കൊടുത്തേ. ഒരു 3D എന്ന് പറയുന്നത് ഗോൾഡ്, സിൽവർ, പിന്നെ ഒരു ലൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ട ലൈറ്റ് ഗോൾഡ്. ഇങ്ങനെ 3 എണ്ണം ഒരു ഫാബ്രിക് വരും. എനിക്ക് തോന്നുന്നു ഈ സ്കേർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഡ്രസ് കോൺസെപ്റ്റ് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യാൻ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഒരു ഇച്ചിരി സ്റ്റിഫ്നെസ് ഒക്കെ ഉള്ളൊരു ഫാബ്രിക്കാണ്. ഡയബിളാണ്. അതിനകത്തുള്ള ആ വിസ്കോസ് ത്രെഡ് മാത്രം ഡൈ ആവും. ഏകദേശം 300-400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇത് വിൽക്കുന്നത് ഒറിജിനൽ. എൻ്റെ നൈലോണൊക്കെ ആണെങ്കിൽ 150 രൂപ, വല്ല 100 രൂപയ്ക്ക്. പോളിയൊക്കെ ആണെങ്കിൽ 100 രൂപ, 80 രൂപ, 100 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. നൈലോണിലോട്ട് വരുന്ന 150 രൂപ, 200 രൂപയ്ക്കൊക്കെ വിൽക്കുമായിരിക്കും. നമ്മൾ പ്യൂർ വിസ്കോസാണ് വിൽക്കുന്നത്. 300-400 രൂപ പ്രൈസ് റേഞ്ചും ഉണ്ട്. പ്രൈസിന് ഓർമ്മൊന്നുമില്ല. വേറൊരു ഫാബ്രിക്, പിന്നെ കുറേ ടിഷ്യൂസ് കാര്യങ്ങൾ എംബ്രോയ്ഡറി കയറി വന്നത്. ഒരു ദുപ്പട്ട വന്നിട്ടുണ്ടല്ലോ, ഈ ദുപ്പട്ട ഭയങ്കര ഹൈ ഡിമാൻഡായിരുന്നു. അപ്പം ഇതിൻ്റെ ഗോൾഡ് ഉണ്ടെന്ന് എടുത്ത് കാണിച്ചേ. ഇതുണ്ട്, ഇത് വിസ്കോസ് ഓർഗൻസയിലും ചന്തേരിയിലും ജോർജറ്റിലും ഈ ദുപ്പട്ട നമ്മൾ കൊണ്ടുവന്നതാണ്. ഏകദേശം 800 രൂപ എങ്ങാണ്ടായിരുന്നു പ്രൈസ് റേഞ്ച്. വിട്ടു. ഇതുണ്ട്, എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ചേർന്ന് വെക്കോളും. ജസ്റ്റ് ഒരു സ്കാലപ്പ് കൊടുത്തേക്കണം. ഓഫ് വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ വൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല ഡൈ ചെയ്ത് ഏതെങ്കിലും കളറിലേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഈ കോട്ടൺ ത്രെഡ് കൊടുത്തില്ലേ, ഇതിന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ജെറിയും കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ജെറി വെച്ചിട്ടുള്ള ദുപ്പട്ട ഒരെണ്ണം തോന്നിയവനെ. ഞാൻ എടുക്കാം. ഇതുണ്ട്, ഇതൊരു കുറച്ച് നാൾ ഷോർട്ടായി പോയായിരുന്നു. അത് ഈ എംബ്രോയ്ഡറി മെഷീനിൽ നമ്മൾ പുതിയ ഹോൾസെയിലിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി കുറേ ഫാബ്രിക് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എംബ്രോയ്ഡറി. അപ്പോൾ അതുകൊണ്ട് ഇത് കയറ്റാൻ സമയം കിട്ടിയില്ല മെഷീനിൽ. അതാണ്, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണേട്ടാ. അതുകൊണ്ട് ഗോൾഡൻ എലമെൻറ്റ്സ് ഉള്ളത് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോകുന്ന സിമ്പിളായിട്ടുള്ള ഒരു സ്കാലപ്പ് ജോർജറ്റ് ബേസ് ദുപ്പട്ട. ഇതിപ്പോൾ ഒരു ബൊട്ടീക്സിന് വല്ലതും ഉണ്ടെങ്കിലുണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഇവിടെ ജെറി മാത്രം ഫിനിഷ് ചെയ്താൽ പോയേക്കുന്നത്. ഇപ്പോൾ ബൊട്ടീക്സിന് റിക്വയർമെൻറ്റ് ഉണ്ട്, ഈ ജെറിക്ക് വരെ സീക്വൻസ് ഇട്ട് അടിക്കണം ചെയ്യാം. ഇവിടെ ഒരു മോട്ടീഫ് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കണം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ പോസിബിളാണ്. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എംബ്രോയ്ഡറിയിൽ എന്ത് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ദുപ്പട്ട ഡെവലപ്പ് ചെയ്യണം, നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യം. അതിലൊന്നും വലിയൊരു സംഭവം ഇല്ല എന്ന് തന്നെയാണ്. പിന്നെ കുറേ എംബ്രോയ്ഡറി കുറേ ഇതും കയറി വന്നിട്ടുണ്ട്. ഇത് സൽവാർ സെറ്റ്, ഇതെന്നാ മസ്ലിന് ഈ പ്ലെയിൻ ഫാബ്രിക്കിൽ ഇതുണ്ടെങ്കിൽ ഒന്നുകൊണ്ടെന്ന് വേണേ. ഇതെല്ലാം പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇതെല്ലാം നമ്മുടെ സേറയിലേക്ക് വന്ന പ്ലെയിൻ ഫാബ്രിക്കാണ്. ഈ പ്ലെയിൻ ഫാബ്രിക് വരിപ്പേ നമ്മൾ ഞാൻ പറയില്ല, നമ്മുടെ മെലാഞ്ചിൽ നമ്മൾ ഏകദേശം 250-300 ആർട്ടിക്കിൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 250-300 ടൈപ്പ് ഓഫ് ഡയബിൾ ഫാബ്രിക്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പർച്ചേസിന് പോയി കഴിഞ്ഞപ്പോൾ, ഞാൻ പർച്ചേസിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഏജൻസിനെ വിളിച്ച് പറഞ്ഞു ഒറ്റ കാര്യമുണ്ട്, ഇന്ത്യയിൽ ഡയബിൾ ഫാബ്രിക്സ് ഏതെല്ലാം ഉണ്ടോ, അത് വിസ്കോസ് ബേസിൽ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്ക് വേണം. എൻ്റെ റിക്വയർമെൻറ്റ് അതായിരുന്നു. ഇന്ന ഫാബ്രിക് വേണം എന്നല്ല, ഇന്ത്യയിൽ വിസ്കോസ് മെറ്റീരിയലിൽ ഡയബിളിൽ ഏതൊക്കെയുണ്ടോ അതെല്ലാം എനിക്ക് വേണം. എനിക്ക് തോന്നുന്നു ഒരു 10, 60, 70, 60
70 100 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഈ ചേട്ടൻ, അനിയൻ, അളിയൻ, കൊച്ചനിയൻ അങ്ങനത്തെയുള്ള സെറ്റപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ എലമെൻ്റ് ഉണ്ടാവും. അതല്ലാതെ ഒരു 10-60 ടൈപ്പ് ഓഫ് ഫാബ്രിക് അങ്ങനെ പുതിയത് കിട്ടി. ഒരു 10 ദിവസത്തിനുള്ളിൽ കയറും. ഈ മെയ് മാസം ഇന്നിപ്പോൾ 7-ാം തീയതി, 6-7 ഒരു 6-ാം തീയതി, ഒരു 10-15 ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ്സ് എല്ലാം കയറിക്കോളും ഫാബ്രിക്സ്. അപ്പോൾ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫാബ്രിക്കും മെലാഞ്ചിൽ എടുക്കാൻ സാധിക്കും. എത്രത്തോളം വിറ്റ് പോവും വിൽക്കാത്തത് എന്ന്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കിട്ടും, ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എല്ലാം നമുക്ക് അതൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ആഗ്രഹം ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ വിസ്കോസ് മെറ്റീരിയലും ഡയബിളിൽ മെലാഞ്ചിലുണ്ടായിരിക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. അതൊക്കെ ഒരു പവറായിട്ട് ഞാൻ കൂട്ടി. അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം. ഇന്ത്യയിലുള്ള എല്ലാ വിസ്കോസ് മെറ്റീരിയലും എൻ്റെ കയ്യിലുണ്ടാ ഡയബിളിൽ എന്നൊക്കെ പറയുക എന്നുള്ളത് തന്നെ ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കാണണം. പ്ലെയിൻ ഫാബ്രിക്സ് കാര്യങ്ങളെല്ലാം വന്നിട്ട്, പിന്നെ കുറേ ബനാറസി സ്യൂട്ട് വന്നിട്ടുണ്ട്, അൺസ്റ്റിച്ചഡ് ബനാറസി സ്യൂട്ട്സ്. ഇതൊക്കെ ഈ ടൈപ്പ് കുറച്ച് വന്നിട്ടുണ്ട് ബനാറസി സ്യൂട്ട്സിൽ. ഇതാണ് ചാക്കോൾ ജെറി വന്നിട്ടുള്ള സംഭവമില്ല, ആൻറ്റിക് ജെറി വന്നിട്ടുള്ള സൽവാർ സെറ്റിൽ. അത് ഗോൾഡൻ ജെറി ആണെങ്കിലും ഉണ്ട് കേട്ടോ. ഇതാണ് ഗോൾഡൻ ജെറി. ഇങ്ങനെ കുറച്ച് സൽവാർ സെറ്റ്സും കയറി വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ബണ്ടിൽ പൊട്ടിക്കണ കാര്യങ്ങൾ. ഇതാണ് ഇന്നത്തെ ഈ ബണ്ടിൽ പൊട്ടിക്കൽ കാര്യങ്ങളുടെ വിശേഷം. ഇനി ഫാബ്രിക്സൊക്കെ ഞങ്ങൾ സൽവാർ സെറ്റ്, ഡെയിലി വെയർ കോൺസെപ്റ്റിലുള്ള സൽവാർ സെറ്റ്സിൻ്റെ കുറച്ച് വീഡിയോസ് അങ്ങോട്ട് എടുത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ ടക്ക് എന്ന് ഇടാം നമ്മുടെ സൽവാർ സ്റ്റുഡിയോയിൽ. എന്തായാലും ഡൈങ്ങിൻ്റെ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ഡൈങ് at 1 rupee നല്ല രീതിയിൽ പോകുന്നുണ്ട്. കച്ചവടവും നല്ലതാണ്, നല്ല രീതിയിൽ കച്ചവടം നന്നായി പോകുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. എനിക്കത് പറയാൻ ശരിക്കും സന്തോഷമുണ്ട്. നന്നായി പോണു കച്ചവടം, കട നന്നായി പോകുന്നു, ദൈവം അനുഗ്രഹിച്ച് നന്നായി നടത്തുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നാൽ ഓക്കെ, താങ്ക് യു സോ മച്ച്.